ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഓണം വ്ളോഗാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ആണെങ്കിൽ 2 ദിവസം പ്രോഗ്രാം കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നടത്തുന്ന ഇന്നൊരു വ്ളോഗ് എടുത്തേക്കാന്ന് വെച്ചിട്ടുണ്ട്. അതായത് ഇന്ന് തിരുവോണം ആണല്ലോ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് എന്ന് ഇടുന്നതെന്ന് അറിഞ്ഞൂടാ. കാരണം 2 ദിവസം പ്രോഗ്രാം ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കുകൾ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഓർത്തെന്നാൽ പറ്റുന്ന പോലൊക്കെ ചെറിയ ചെറിയ ക്ലിപ്സും കാര്യങ്ങളും എടുത്തൊരു വ്ളോഗ് ആക്കി ഇടാമെന്ന് ഇന്ന് വെച്ചിട്ടുണ്ട്. അപ്പം പിന്നാണെങ്കിൽ രാവിലെ കുളിച്ചൊക്കെ നല്ല രീതിയിൽ ഇരിപ്പുണ്ട്. അപ്പോഴത്തേക്ക് പിന്നെയെന്ന് വെച്ചാൽ നമ്മളാണെങ്കിൽ അമ്മയാണെങ്കിൽ പുറത്താണ് കുവൈറ്റിലാണ്. അതുകൊണ്ട് തന്നെ ഞാനും അച്ഛനും അനിയത്തിയും കൂടാണ് ചെറുതായിട്ട് സദ്യയും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതായതെന്ന് വെച്ചാൽ ഒത്തിരി ഇല്ല, മീൻസ് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വഴിയെ എല്ലാം കാണാം. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് ഒന്ന് കടന്നാലോ. ഗൈസ്, ഇത് നമ്മുടെ ഇവിടുത്തെ ഛോട്ടാ മുംബൈസ് ഒക്കെയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ അത് ഇവരാണെങ്കിൽ ഇവരുടെ വൈകിട്ട് ഘോഷയാത്രയൊക്കെ എന്തുകൊണ്ട് അപ്പോഴത്തേക്ക് അതിൻ്റെ കൊടിയും കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് ഇവർ പിള്ളേർ സെറ്റ് ഉണ്ടാക്കിയതാണ്. അല്ല ഗൈസ് പറയൂ. ഇത് നമ്മുടെ എഡിറ്റർ നമ്മുടെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്തതാണ്. ഇങ്ങോട്ട് നോക്കടാ. സോ ഗൈസ്, അപ്പോൾ ഇത് നമ്മുടെ ഒരു ചെറിയ യൂട്യൂബറാണ്. പറയടാ പേര്, നിന്റെ പറയടാ. സച്ചു, അത് തന്നെ ഗൈസ്. അപ്പോൾ സച്ചു എന്നാണ് ഇവൻ്റെ യൂട്യൂബ് ചാനൽ. അപ്പോൾ കാണുന്നത് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, അവനും കൂടെ സപ്പോർട്ടാക്കുക ഗൈസ്. പിള്ളേരെല്ലാം നല്ല ഓണാണ്. അപ്പോൾ നമ്മുടെ ഇത് 2 ദിവസത്തെ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അടിച്ച് പൊളിക്കും എല്ലാവരും കൂടെ. അപ്പം നമുക്ക് എന്താകുമെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. അപ്പം ഞാനാണെങ്കിൽ പിന്നെ രാവിലെ എല്ലാം ചെയ്തിട്ടൊക്കെയാണ് നേരെ പേരമ്മയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ അത്തുപ്പവും കാര്യങ്ങളൊക്കെ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളാണെങ്കിൽ എല്ലാ വർഷവും മുടങ്ങാതെ അത്തമൊക്കെ ഇടുന്നതായിരുന്നു. പക്ഷേങ്കിൽ ഈ വട്ടം അമ്മ ഇല്ലാത്തത് കൊണ്ടും അതുകൊണ്ട് തന്നെ എല്ലാം ചെയ്യേണ്ടതുകൊണ്ട് സമയം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഗൈസ് നല്ല സുന്ദരികളൊക്കെ ആയിട്ടുണ്ടല്ലോ. എവിടെ പോയതാണ് നിങ്ങൾ? അൻവിത തന്നെ അടിമണ്ടായിരിക്കുന്നേ. പറയൂ. വൈകിട്ട് നമ്മുടെ ഡാൻസ് ഉണ്ട്, അടിച്ചു പൊളിക്കല്ലേ അൻവിത? പറ. സോ ഗൈസ്, അപ്പം നമ്മുടെ ഷോർട്സിനാണെങ്കിൽ 2 മില്യൺ വ്യൂസ് ആയിട്ടുണ്ടായിരുന്നു. സോ എല്ലാവർക്കും നന്ദിയുണ്ട് അതേ പറയുന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് സബ്സ്ക്രൈബേഴ്സും കൂടുന്നുണ്ട്. അപ്പം ഇപ്പോൾ 2K എന്തോ അതിന് മണ്ടയ്ക്കെന്തോ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ ഇനി ഇതുപോലെ തന്നെ സപ്പോർട്ടും കാര്യങ്ങൾ വേണം അല്ലേ? പറയൂ, നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായം പറയൂ ഗൈസ്, പറയൂ. 2 മില്യൺ വ്യൂസ് ആയിട്ടുണ്ട്, അതിൽ അഭിപ്രായം അത് അത്രേ ഉള്ളൂ. എൻ്റെ പേരമ്മ വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ചോദിച്ച പോലെ എൻ്റെ സാരി ആരെ ഉടുപ്പിച്ചെന്ന് ഒത്തിരി പേരുണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഓണപ്പരിപാടിക്കാണ് കോളേജിലെ സാരി ഉടുപ്പിച്ച് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ പേരമ്മയാണ് എന്നെ സാരിയൊക്കെ ഉടുപ്പിച്ചത്. പറയൂ, ഹലോ പറയൂ, ഹായ് പറയൂ. ഹായ്. ഓണമൊക്കെ എന്തായി? പിന്നെ അത് നമ്മൾ പേരമ്മയുടെയൊക്കെ വീട്ടിൽ പോയിട്ട് നേരെയാണ് ഞങ്ങളുടെ അമ്മ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അമ്മ വീട് അടുത്ത് തന്നെ ആയിരുന്നേ. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടും പോയിട്ടുണ്ട്. അവിടെ ചെന്ന് നമ്മൾ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ടാണെങ്കിൽ നമ്മുടെ ഓണപ്പരടി സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. അത് കാരണം ഇവിടുത്തെ അയൽക്കൂട്ടക്കാരെല്ലാം കൂടി ഒരുമിച്ചാണ് ഓണാഘോഷം നടത്തുന്നത്. അതായത് 2 ദിവസം ഓണാഘോഷം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ആണുങ്ങളുടെ കുടുംബശ്രീ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ 2 കുടുംബശ്രീക്കാർ വേറെ ഉണ്ട്, അതായത് പെണ്ണുങ്ങളുടെ കുടുംബശ്രീ. അപ്പോൾ ഇവർ 3 കുടുംബശ്രീക്കാർ ഒരുമിച്ചായിരുന്നു ഈ വട്ടത്ത് ഓണാഘോഷം നടത്തിയത്. അങ്ങനെ അപ്പോൾ അവരുടെ പതാക ഉയർത്തലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞാണെങ്കിൽ പതാക ഉയർത്തലും പിന്നെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ കുട്ടികളുടെ മത്സരങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മത്സരങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ഏജ് വെച്ചായിരുന്നു മത്സരമൊക്കെ. കാരണം എല്ലാവരുടെയും പ്രായം ഒരുപോലെ അല്ലല്ലോ. അപ്പോഴത്തേക്ക് ഏജ് വെച്ചിട്ടായിരുന്നു മത്സരങ്ങളൊക്കെ. പിന്നെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ നേരെ വന്ന് സദ്യ കഴിക്കുകയാണ്. നമ്മളാണെങ്കിൽ തോരന്, അച്ചാറ്, പച്ചടി, അതുപോലെ അവിയൽ, സാമ്പാർ അങ്ങനെ കൂട്ടി നമ്മൾ കഴിച്ചു. നമുക്ക് പറ്റുന്ന പോലൊക്കെ ഏകദേശം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പായസം എന്ന് പറയുന്നത് നമ്മുടെ പാലട പായസമായിരുന്നേ. അപ്പം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഫുള്ളായി നല്ല അടിപൊളി പായസം കാര്യങ്ങളൊക്കെ ആയിരുന്നു, അടിപൊളി സദ്യയായിരുന്നു. നമ്മുടെ റിയ ഇന്നാണ് അവൾക്ക് ജോയിൻ ചെയ്യണം. അതായത് ആദ്യമായിട്ട് അവൾ ജോലിക്ക് കയറുവാണ്. അപ്പം ഇവൾ ഇന്നാണ് ജോയിൻ ചെയ്യുന്നത്, ചെന്നൈയിലാണ്. അപ്പോൾ അവൾക്ക് അതിൻ്റെ ഒരു വിഷമത്തിരിക്കണം, കാരണം ഓണത്തിന് തന്നെ പോകണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടത്തിൽ അവൾ ഇരിക്കുകയാണ്. അവളിപ്പോൾ കരയാൻ തോന്നുന്നു ഗൈസ്. പിന്നെ ജോലിക്കാവുന്നതിന് വലിയ സങ്കടമില്ല.
അങ്ങനെ അവൾ ദാണ്ടെ ഇറങ്ങുവാണ്. അതായത് പോകാനായിട്ടാണ്. അതായത് എന്താ അവൾക്ക് 8-ാം തീയതി ജോയിൻ ആയാൽ മതിയായിരുന്നു. പക്ഷേണെങ്കിൽ എന്താ ട്രെയിനിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അവർക്ക് 5-ാം തീയതി തന്നെ, അതായത് നമ്മൾ തിരുവോണത്തിന് അന്ന് തന്നെ ടിക്കറ്റ് ഉള്ളായിരുന്നു. പിന്നെ പെട്ടെന്ന് ടിക്കറ്റൊക്കെ എടുത്ത് അവളങ്ങ് പോകുമായിരുന്നേ. അപ്പോൾ അവൾക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. കാരണം തിരുവോണത്തിന് അന്ന് നല്ല പരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. കരഞ്ഞിട്ടൊക്കെയാണ് അവൾ പോയത് തന്നെ. അപ്പോൾ ആദ്യമായിട്ട് ജോലിക്ക് ജോയിൻ ചെയ്തുകൊണ്ട് തന്നെ പോകാതിരിക്കാനും പറ്റത്തില്ല. അങ്ങനെ അവൾ നല്ല രീതിയിലൊക്കെ പിന്നെ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവളെ കൊണ്ടുവിടാനായിട്ട് അവളുടെ ചേട്ടനും പിന്നെ എൻ്റെ അച്ഛനും കൂടെ ആയിരുന്നു പോയിട്ടുള്ളത്. പിന്നെ അവളെ പറഞ്ഞാക്കിയിട്ട് നമ്മളാണെങ്കിൽ നേരെയാണ് നമ്മൾ പരിപാടി സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ വള്ളംകളി നടക്കുമായിരുന്നേ. അപ്പോൾ വള്ളംകളി നടന്നപ്പോഴത്തേക്ക് ആദ്യമേയൊക്കെയാണ് ഒരു വള്ളമൊക്കെ മറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ജസ്റ്റ് എന്താ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ആക്കിയിട്ടുണ്ട് റീലായിട്ടത്. കാണേണ്ടവരൊന്ന് ജസ്റ്റ് കണ്ടു നോക്കിയാൽ മതി. ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി നടത്തിയ ഒരു വള്ളംകളിയാണ്. അല്ലാതെ എന്താ വലിയ വള്ളംകളി കിട്ടോ അങ്ങനൊന്നും അല്ലായിരുന്നു. അപ്പം എല്ലാവർക്കും ഒരു ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് ആകാൻ വേണ്ടി മാത്രം നടത്തിയതാണ്. പിന്നെ വള്ളംകളിയൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ പിള്ളേരുടെ മത്സരങ്ങളൊക്കെ പിന്നെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഒത്തിരി മത്സരങ്ങളും കാര്യങ്ങളുണ്ട്. ഈ 2 ദിവസം തന്നെ നമ്മൾ ഒരുപാട് മത്സരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം സന്ധ്യയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ പരിപാടിയൊക്കെ ഏകദേശമൊക്കെ സ്റ്റോപ്പ് ആക്കിയിട്ട് പിന്നെ കലാപരിപാടികൾ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒത്തിരി ഡാൻസ്, പാട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഡാൻസാണ് ഈ കാണുന്നത്. ഞങ്ങൾ 2 ഡാൻസ് ഉണ്ടായിരുന്നു. അതായത് തിരുവോണത്തിന് അന്നും ഉണ്ടായിരുന്നു, തിരുവോണത്തിന് പിറ്റേ ദിവസം ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ തിരുവോണത്തിന് അന്നുള്ള ഡാൻസാണ് ഈ കാണുന്നത്. നമുക്കാണെങ്കിൽ മ്യൂസിക് ആഡാക്കാൻ പറ്റത്തില്ലല്ലോ, അതായത് കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. അതുകൊണ്ടാണ് മ്യൂസിക് ആഡാക്കാത്തത്. ജസ്റ്റ് കളിക്കുന്ന മാത്രം നിങ്ങളെ കാണിച്ചെന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ഡാൻസ് ആണെങ്കിൽ ഷോർട്സ് ആക്കി ഇടുന്നുണ്ട്. അതായത് ഷോർട്സ് ആകുമ്പോഴത്തേക്ക് നമുക്കത് ആഡ് മ്യൂസിക് ആക്കിയിട്ട് അതിലൂടെ തന്നെ കണക്റ്റ് ആക്കി ഇടാമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോയും വേണം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇടാവേ. പിന്നെ നമ്മുടെ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ പാട്ടിട്ട് വെറുതെ തുള്ളുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു രംഗമാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഒരു 11 മണി 11:30 ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ദേ ഇവന്മാരുടെ പല തരത്തിലുള്ള വെറൈറ്റികളായിട്ടുള്ള ഡാൻസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നൈറ്റി ഇട്ടും അതല്ലാതെ ലുങ്കി ഉടുത്തൊക്കെ പല ടൈപ്പിലുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും നല്ല രീതിയിൽ തന്നെ അടിച്ചു പൊളിച്ചു. കാരണം കഴിഞ്ഞ വട്ടമൊക്കെ ഓണപ്പരിപാടി ഉണ്ടെങ്കിലും ഇത്ര ഒരു വലുതായിട്ടില്ലായിരുന്നു. ഈ വർഷമാണ് ഇച്ചിരൂടെ നല്ല രീതിയിലൊക്കെ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അന്ന് തിരുവോണത്തിനന്ന് നല്ലൊരു ദിവസമായിരുന്നേ. കാരണം എല്ലാവരും അതുപോലെ തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ ഡേ 2 ആണ് ഇന്ന്. അതായത് നമ്മളിവിടെ 2 ദിവസമാണ് ഓണപ്പരിപാടി ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്നാണ് ഡേ 2 എന്ന് പറയുന്നത്. ഇന്നലെ ആണെങ്കിൽ നല്ല പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം നമുക്കൊരു 11:15 മണിയുണ്ട് നമുക്ക് പ്രോഗ്രാം എന്ന് പറയാൻ. ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഇന്ന് ഡേ 2 ആണ്. അപ്പോൾ ഡേ 2 അതായത് അവിട്ടത്തിനെന്നുള്ള വ്ളോഗാണിത്. അപ്പം ഇപ്പോൾ എണീറ്റേക്കുന്നത് തന്നെ ഏകദേശം ഒരു 12 മണി 1 മണി സംതിങ് ആയി എണീറ്റപ്പോൾ തന്നെ. പിന്നെ നേരെ പെട്ടെന്ന് കുളിച്ചു. ഇപ്പോൾ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം വൈകിട്ട് 4 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പ്രോഗ്രാമിലേക്ക് പോകാൻ പോകണം. കാരണം നമുക്ക് ഉച്ച മുതലായിരുന്നു പ്രോഗ്രാം, ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പം നമുക്കിനിയും അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം കാണിച്ചു. നമ്മുടെ ഡേ 2 ആണ് ഇന്ന്. അപ്പോൾ എല്ലാവരും ഇവിടെ വന്നിരിപ്പുണ്ട്. അതായത് ഇന്നലെ അടിപൊളി പരിപാടിയായിരുന്നു, നല്ല പരിപാടിയായിരുന്നു. കാരണം ഇന്നും അതുപോലെ നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ പ്രോഗ്രാമാണ്. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ദിവസത്തെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൂചി നൂലുകോർക്ക് മത്സരമായിരുന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അവർ പെയ്യെ നടന്നു പോകുന്നത്. അത് കഴിഞ്ഞാണെങ്കിൽ സാരി ഉടുക്കൽ മത്സരം ഉണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ നമ്മുടെ വടംവലിയൊക്കെ ഉണ്ടായിരുന്നു. വടംവലി ആണെങ്കിൽ ഞങ്ങൾ പിന്നെ ബോയ്സായിട്ടായിരുന്നു. ഞങ്ങളെന്തായാലും തോറ്റുപോയി, അതിപ്പോൾ സ്വാഭാവികമാണല്ലോ.
അങ്ങനെ നമ്മുടെ 2 ദിവസത്തെ ഓണപ്പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അതായത് നമ്മുടെ ശനിയാഴ്ചയാണ് പ്രോഗ്രാം തീർന്നിട്ടുള്ളത്. നമുക്ക് ശനിയാഴ്ച 2 മണി വരെ എന്തോ ഉണ്ട് ആ പ്രോഗ്രാം. ഒത്തിരി പ്രോഗ്രാമൊക്കെ ഉള്ളതുകൊണ്ട് 2 മണി വരെ ആയിരുന്നേ. അതുപോലെ തന്നെ ഈ 2 ദിവസവും നല്ല രീതിയിൽ തന്നെ എല്ലാവരും അടിച്ചു പൊളിച്ചിട്ടുണ്ട്. കാരണം നല്ലൊരു ഓണമായിരുന്നു. അപ്പം നമ്മുടെ ഓണം വ്ലോഗ് ഇത്രയേ ഉള്ളേ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.